ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ലോട്ടസ് വരയ്ക്കുന്നത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുക. അതിന് ശേഷം അതിന് ഹൊറിസോണ്ടലായിട്ട് കുറേ താഴെ വിടണം. അപ്പം അങ്ങനെ ഒരു വര വരയ്ക്കുക. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വരയ്ക്കുക. അതിന് ശേഷം അതിന് കുറച്ച് സൈഡിലേക്ക് മാത്രം വിട്ട് കൊടുത്തിട്ട് ആ സെയിം അളവിൽ തന്നെ താഴെ കൂടെ അടുപ്പിച്ചിട്ട് മുകൾ വശത്തിരി സ്പേസ് കൂടെ വിട്ടിട്ട് ഒരു ഓവൽ ഷേപ്പോടെ വെക്കുക. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. മേളിൽ സെൻറ്ററിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. സൈഡിൽ ഈ സൈഡിലൊന്ന്, ആ സൈഡിലൊന്ന്, പിന്നെ അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് ഇങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നടുക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. താഴെ മോൾ വശത്ത് ഇതുപോലെ സെൻറ്ററിലില്ല, വശങ്ങളിൽ 2 എണ്ണം, പിന്നെ അങ്ങേയറ്റത്ത് ഒരെണ്ണം, താഴെ ഒരു ഡോട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് സെയിം ആയിട്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഡോട്ട് കൊടുക്കാം. സൈഡിൽ 3 ഡോട്ട്, അങ്ങേയറ്റത്ത് ഒരു ഡോട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു ഹാഫ് സർക്കിളിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കണം. നമുക്ക് താഴെയുള്ള ഇതുപോലെ ലോട്ടസിൻ്റെ താഴെ 3 ഇതൾ വരുമല്ലോ, അത് വരയ്ക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതളുകൾ വരച്ച് തുടങ്ങാം. നടുക്കത്തെ ഇതൾ ഇതുപോലെ വരയ്ക്കുക. ഇനി അടുത്ത ഡോട്ടിലേക്ക്, അങ്ങേയടുത്ത ഡോട്ടിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമത്തെ സർക്കിളിൻ്റെ അങ്ങേയടുത്ത ഡോട്ടിലേക്ക് ഇതുപോലെ വരയ്ക്കുക. സെയിം തന്നെ നമുക്ക് ഇപ്പുറ വശത്തും ചെയ്യാം. ഇതിൻ്റെ അറ്റത്തെ ഡോട്ടിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കണം. ഒരിതൾ വലിയ സർക്കിളിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ ഒരു ഇതൾ വരച്ചെടുക്കണം. ഇനി നമുക്കിനി ഇടയ്ക്കുള്ള സ്പേസ് ഫില്ല് ചെയ്യാം. ഇതുപോലെ ആ ഡോട്ടിലേക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി സെൻറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഭാഗത്ത് അങ്ങനെയും കൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മേളിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 എണ്ണത്തിൻ്റെ നടുക്കാണ് വരുന്നത്. അപ്പോൾ ഈ 2 എണ്ണത്തിലേക്ക് തന്നെ മേളിൽ നിന്ന് ഇതൾ വരച്ചെടുക്കാം. അതൊക്കെ നോക്കി ചെയ്താൽ മതി. ഡോട്ട് വരുന്നത് താഴെയുള്ള 2 ഇതളിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്താൽ മതി. അല്ലാതെ വെറുതെ ആ ഡോട്ടയിലോട്ട് വരച്ചെടുത്താലും മതി. ഇപ്പം നമ്മളുടെ മുകൾ വശം റെഡിയാണ്. താഴെ വശത്ത് 3 ഇതൾ, അതിന് സെൻറ്ററിൽ താഴേക്ക് വരയ്ക്കുക. ഇനി മേല് വശത്തേക്ക് ഇത് മേളിലേക്ക് നിൽക്കുന്നത് പോലെ വരയ്ക്കണേ. ഞാനിത് ഒരെണ്ണം താഴേക്ക് നിൽക്കുന്ന പോലെ വരച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇതിൻ്റെ അറ്റം മേളിലേക്ക് നിൽക്കുന്നത് പോലെ വരയ്ക്കണം. നമുക്കത് മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇത് മുഴുവൻ മായ്ച്ച് കളഞ്ഞിട്ട് ഈ സർക്കിള് ഇത് വെച്ചതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതൾ മാത്രമായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കിടക്കുന്ന ഇതിൽ വരയ്ക്കുന്നത് കൊണ്ട് ഈ എക്സ്ട്രാ ഉള്ള അതിനകത്തോട്ട് കയറി വരേണ്ട ഭാഗമൊന്നും വരയ്ക്കേണ്ട. കറക്റ്റായിട്ട് എങ്ങനെയാണോ ഓരോതളിൻ്റെ മേളിൽ ഓരോതള്ളിരിക്കുകയാണ് ഇരിക്കുന്നത് അതുപോലെ വരച്ചെടുത്താൽ മതി. ഷേപ്പ് ചെയ്യേണ്ടതൊക്കെ നമുക്കൊന്ന് മായ്ച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി താഴേക്കുള്ള തണ്ടൊക്കെ വരയ്ക്കുക, ഇലയൊക്കെ വരയ്ക്കുക, അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഇതളിൻ്റെ പകുതി ഭാഗം നമുക്ക് റൈറ്റ് സൈഡിലുള്ളതിങ്ങനെ കവർ ചെയ്ത് വരുന്ന പോലെ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ഇതളിൽ പകുതിയല്ലേ നമുക്ക് കാണാവുള്ളൂ, അകംഭാഗം കാണാവുള്ളൂ. ബാക്കിയുള്ളതിങ്ങനെ മടങ്ങിയിരിക്കുമായിരിക്കും. അപ്പോൾ മടങ്ങിയിരിക്കുന്ന ഒരു എഫക്റ്റ് തോന്നാൻ വേണ്ടിയാണ്. പിന്നെ മേളിലുള്ള ചെറിയ ഇതളിനൊക്കെ നമുക്ക് 2 വശം അങ്ങനെ വരച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഇലയെല്ലാം ചുമ്മാ ഒന്ന് റൗണ്ടിൽ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് കളർ ചെയ്യാം. കളർ ചെയ്യുന്നതിന് ഇപ്പോൾ ഞാൻ റെഡ് എടുത്തിരിക്കുന്നത്, ശരിക്കും റാണി പിങ്ക് പോലുള്ളൊരു കളറും അതിൻ്റെ ഒരു ഒനിയൻ കളറും കൂടെ എടുക്കുകയാണെങ്കിലായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്. ഞാനിപ്പം റെഡേ ഉള്ള എൻ്റെ അതുകൊണ്ട് നമ്മൾ റെഡ് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കവർ ചെയ്ത് ഈ ഒരു ഇതള് പകുതി മടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ മടങ്ങിയിരിക്കുന്ന തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഭാഗം കൂടെ ചേർത്തിട്ട് റെഡായിരിക്കുന്നത്. പിന്നെ നടുക്ക് നമുക്കിങ്ങനെ ആ ഒരു സീഡ് പോലത്തെ ഭാഗം കാണാമല്ലോ, അതിന് നമുക്ക് ഇല അടിച്ചു കൊടുക്കാം. ഇനി കുറേ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഫുള്ള് ലൈൻസ് ആണല്ലോ, നമ്മുടെ ലോട്ടസ് നോക്കി അറിയാം. അപ്പോൾ ഇതിനൊക്കെ മടങ്ങിയിരിക്കും തോന്നാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിൻ്റെ റൈറ്റ് പാർട്ടും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് പാർട്ടും നമ്മളിങ്ങനെ അടയ്ക്കുന്ന പോലെ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലൈൻസ് കൊടുക്കുക. ഇത് മാത്രം കൊടുത്താൽ മതി. ഭയങ്കര ഈസിയാണ് നമുക്ക് ലോട്ടസ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ വെറുതെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെർഫെക്ഷൻ കിട്ടത്തില്ല. കുട്ടികൾക്ക് പോലും പഠിച്ചെടുക്കാൻ, കോമ്പറ്റീഷനൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഒരുപാട് പ്രയാസങ്ങളൊന്നുമില്ല. വെറുതെ മുകളിലേക്കും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിതുപോലെ ഇതിനകത്ത് ഇതൾ വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേല് വശത്ത് നമ്മൾ 2 സൈഡിലും കളർ കൊടുത്തായിരുന്നല്ലോ, പിന്നെ കുറേ ലൈൻസും കൊടുത്തു. അത് തന്നെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. പെട്ടെന്ന് തന്നെ ഇതിനൊരു ലോട്ടസിൻ്റെ ലുക്ക് വരും. മറ്റേ ഇതൊക്കെ പോലെ ഒരുപാട് വളവുള്ള വരകളോ പ്രയാസമുള്ള വരകളോ ഒന്നുമില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരകൾ വരച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു രൂപം കിട്ടും.
അപ്പോൾ ഏതാണ്ട് ലോട്ടസ് റെഡിയാണ്. ഇനി മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മിനുക്ക് പണി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ട് ആ ഒരു പിങ്ക് വരച്ചിട്ട്, ആ ഒനിയൻ കളർ വരച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ നടുക്ക് നിൽക്കുന്ന ആ ഒരു ഇതൾ മാത്രം ആക്ച്വലി അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കുന്ന ഇതളാണ്. അപ്പോൾ അതിന് നമുക്കൊന്ന് ഫുള്ള് കളർ കൊടുക്കാം. ഈ ഒരു വരയ്ക്കുന്നതിന് നമുക്ക് ശരിക്കും റെഡ് കളറും കൊണ്ട് തന്നെ ഒന്നുകൂടെ കൊടുക്കണം. ബാക്കിയുള്ളതിനൊക്കെ ഇത് അകംഭാഗം എങ്ങനെ വരുന്നോ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അകത്ത് ഭാഗം വേറെയും പുറത്ത് ഭാഗം വേറെയും സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ആ ഒരു ഇതളിന് നമുക്ക് റെഡ് കളർ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ ചെയ്യും. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ലീഫ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ കോമ്പറ്റീഷനൊക്കെ വരയ്ക്കാനായിട്ട്, അതുപോലെ ഡ്രസ്സിൽ വരയ്ക്കാനായിട്ട്, ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. സാരിയിലൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ചുരിദാറിലും കൊച്ചു കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്കിതിങ്ങനെ വരച്ച് കൊടുക്കാം. ഇതിന് അക്രലിക് പെയിൻറ്റ് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഈ 2 കളറും പിന്നെ ഈ യെല്ലോ കളറും ഈ ഗ്രീൻ കളറും കൂടെ ഉണ്ടെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ട് വരും. വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഭംഗിയായിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നവരേക്കും ബൈ.